ക്രിസ്തുവേശുവിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. വീണ്ടും വചനം കേൾക്കാൻ നമുക്കൊരുങ്ങാം. ഇന്നാരാ കുറിവാക്യം വായിക്കുന്നത്? ബിനു വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ാം വാക്യം. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് അബ്രഹാമിന്റെ മകൻ ആയ ഇസഹാക്കിന്റെ മകനായ യാക്കോബ്. ഈ യാക്കോബാണ് ഇവിടെ സംസാരിക്കുന്നത്. ദൈവത്തിന് ഏറ്റവും അഭിമാനമുള്ള വ്യക്തികളിൽ ഒരാളായിരുന്നു യാക്കോബ്. ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുമോ എന്ന് കണ്ടറിയണം. എന്നാൽ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും പറയുന്ന കാര്യമാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഈ യാക്കോബ് യബ്ബോക്ക് നദിയുടെ തീരത്ത് വന്നപ്പോൾ ഹല്ലേലൂയ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്നോ എൻ്റെ സമ്പത്ത് വളരെയധികം വർദ്ധിച്ചിട്ട് ഞാൻ ഇന്ന് 2 കൂട്ടമായിരിക്കുന്നു. ഇങ്ങോട്ടെങ്ങനെയാ വന്നത്? ഒരു വടിയും കൊണ്ട് വന്ന പാർട്ടിയാ. പക്ഷെ തിരിച്ചു പോകുമ്പോഴോ അവൻ എടുക്കാൻ മേലാത്ത സമ്പത്ത്. അവൻ ഒറ്റയ്ക്ക്, അവന് കൂട്ടായിട്ടൊരു വടി മാത്രമേ ഉള്ളായിരുന്നു. ഹല്ലേലൂയ. ഈ വടിയും കൊണ്ട് കടന്നു വരുന്ന യാക്കോബിനെ ദൈവം അത്രമാത്രം അനുഗ്രഹിച്ചു. തിരിച്ചവൻ 2 വലിയ സംഘമായിട്ടാണ് പോയത്. ഇതൊന്ന് ഉള്ളിലൊന്ന് ഉൾക്കൊണ്ടേ, ഈ ഒരു പോസിറ്റീവ് ചിന്താഗതി ഒന്ന് ഉൾക്കൊണ്ടേ. നമ്മളെ ഇന്ന് ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ഒരു ക്രിയ ചെയ്യണം. എന്താണ്? ഒരു വലിയ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒരു വടിയായിട്ട് വന്ന യാക്കോബ് തിരിച്ചു പോകുമ്പോൾ ദൈവത്തോട് പറയാ, ദൈവമേ നിന്റെ സകല ദയയ്ക്കും നന്ദി. കാരണം ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു വടിയോടുകൂടെയാണ്. ഞാൻ ദൈവസന്നിധിയിലേക്ക് വന്നത് ഒരു വടിയോടുകൂടെയാണ്. പക്ഷെ ഇന്ന് ഞാൻ മടങ്ങിപ്പോകുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. 2 വലിയ കൂട്ടമായിട്ട്. ദൈവത്തിന്റെ ജനം ഇതുപോലെ അനുഗ്രഹിക്കപ്പെടണം. അല്ലാതെ അനുഗ്രഹിക്കപ്പെടാതെ ശുഷ്കിച്ചിരിക്കുന്ന അവസ്ഥയിലല്ല. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവരെ ദൈവം ഇതുപോലെ അനുഗ്രഹിക്കണം. ഇന്ന് ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കൊന്ന് ഉൾക്കൊള്ളാം. യാക്കോബിന്റെ സ്വഭാവമോ എങ്ങനെയായിരുന്നു? യാക്കോബ് സ്വന്തം ജ്യേഷ്ഠന്റെ ഉടുപ്പെടുത്തിട്ടോണ്ട് അപ്പന്റെ അടുത്ത് ചെന്ന് നിന്ന് എന്ത് പറഞ്ഞതാ? അപ്പാ, ഞാൻ നിന്റെ മൂത്ത മകനായ ആരാകുന്നു? യേശാവാകുന്നു. ഇങ്ങനെയുള്ള യാക്കോബിനെ ഈ പറഞ്ഞ യബ്ബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ദൈവം അവനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? നിന്റെ പേര് എന്താ? അവൻ പറഞ്ഞു, ഞാൻ യാക്കോബ. ഞാൻ അന്ന് കള്ളം പറഞ്ഞു, പക്ഷെ ഇന്ന് ദൈവം അവനെ കൊണ്ട് പറയിച്ചു, നിന്റെ പേര് എന്താ? ഞാൻ യാക്കോബാണ്. ഹല്ലേലൂയ. ഇവൻ അപ്പനെ കളിപ്പിച്ചത് കൊണ്ട് എന്ത് പറ്റി? അമ്മായിയപ്പൻ കളിപ്പിച്ചു. നോക്കണം, അപ്പനെ ചതിച്ച, ഏശാവിനെ ചതിച്ച ഇസ്രായേലിനെ വീണ്ടും ചതി പറ്റി. നീ ചതിച്ചോ, നിനക്കും ചതി പറ്റും. ഹല്ലേലൂയ. ചതിക്കാനായിട്ട് ദൈവം ഒരുത്തിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് ശേഷം ഈ യാക്കോബിന്റെ മക്കളെല്ലാം കൂടെ
ജോസഫിന്റെ ഉടുപ്പ് കൊണ്ട് കൊടുത്തു. അപ്പ ഇത് നോക്കിയേ, ഇത് ആരുടെ ഉടുപ്പാ? നിന്റെ മകൻ ജോസഫിന്റെ ഉടുപ്പല്ലേ? അവനെ മൃഗങ്ങൾ കടിച്ചു കീറി. ചതിപറ്റി. വീണ്ടും ഉടുപ്പ് മാറ്റി കളിപ്പിച്ചെങ്കിൽ അതേ യാക്കോബിനെ പിന്നീട് ഉടുപ്പ് മാറ്റി കളിപ്പിച്ചു. ഹല്ലേലൂയ. കാലം കഴിഞ്ഞെന്നിരിക്കും, പക്ഷേ ഈ ഒരു ബന്ധനം നിന്നെ വിട്ടുമാറത്തില്ല. അത് നിന്റെ ജീവിതത്തിൽ അതുപോലെ തിരിച്ചു വരും. ഹല്ലേലൂയ. നീ പേര് മാറ്റി പറഞ്ഞെങ്കിൽ നിന്നെ കൊണ്ട് നിന്റെ യഥാർത്ഥ പേര് പറയിച്ചിട്ട് യബ്ബോക്കിന്റെ അപ്പുറത്തോട്ട് നിന്നെ കടത്തിവിടത്തുള്ളൂ. ഹല്ലേലൂയ. നീ രണ്ടു കൂട്ടമായി അനുഗ്രഹിക്കപ്പെട്ട് പോണം, അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. പക്ഷേ നിന്റെ പേര് കളിപ്പിച്ച സ്ഥാനത്ത് തന്നെ തിരുത്തി അവനെ കൊണ്ട് തന്നെ പറയിച്ച് യബ്ബോക്കിന്റെ അപ്പുറത്തേക്ക് കടത്തിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിക്കാം 11-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 11-ാം വാക്യം. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളയെയും നശിപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്റെ സഹോദരനായ ഏശാവിന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാരണം പഴയ ചതിയുടെ കാര്യം ഇപ്പോഴാ വർഷങ്ങൾക്ക് ശേഷം ഈ പുള്ളി ഓർക്കുന്നത്. പണ്ട് ചതിച്ചൊക്കെ രക്ഷപ്പെട്ട് ഓടി ഇങ്ങ് പോന്നതാ, രണ്ടു കൂട്ടവുമായി. പക്ഷേ ഇന്ന് ഏശാവിനെ കുറിച്ചുള്ള ഭയം അവനെ അങ്ങേയറ്റം ഉപദ്രവിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, അവന് സമ്പത്ത് വേണ്ട, ഇഷ്ടം പോലുണ്ട്. ഹല്ലേലൂയ. ഏശാവ് എന്നെ നശിപ്പിക്കാതെ നീ എന്നെ രക്ഷിക്കണം. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ. രാത്രിയിൽ അവൻ എഴുന്നേറ്റു തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബ്ബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. എല്ലാവരെയും യബ്ബോക്കിന്റെ അപ്പുറത്ത് കടത്തി. അവന്റെ ആ ഭാരപ്പെട്ട പണിയെല്ലാം കഴിഞ്ഞ് അവൻ ഏകനായിട്ട് അവിടെ ഇരിക്കുമ്പോൾ യാക്കോബ് തനിയെ ശേഷിച്ചു. ഇതൊരു വലിയ മർമ്മമാണ്. ഈ ദൈവം നിങ്ങളുടെ കൂടെ ബഹളത്തിനിടയ്ക്ക് വന്ന് നിങ്ങളോട് മല്ലുപിടിക്കാൻ വരത്തില്ല. അല്പസമയം, ഒരു ദിവസത്തിൽ അല്പസമയം ഒരു ഏകാന്തതയോടെ ഒന്ന് അല്പനേരം ഇരിക്കാൻ പറ്റുമോ? നിന്റെ ജീവിതത്തിലെ ഭാരപ്പെട്ട വിഷയങ്ങളുടെയൊക്കെ ഇടയിൽ, അല്ലെ അതെല്ലാം കഴിഞ്ഞ് അല്പസമയം തനിയെ ഒന്ന് ഇരിക്കണം. ഈ ദൈവവുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴാ ദൈവം നിനക്ക് വ്യക്തമായ ചില നിർദ്ദേശങ്ങളെ തരുന്നത്. ഇവിടെ തനിയേ ഇരുന്ന യാക്കോബ് യബ്ബോക്കിന്റെ കടവിൽ അവന്റെ വീട്ടുകാരെ എല്ലാം അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ ഉള്ള അവസരങ്ങൾ വളരെ ചുരുക്കമായിട്ടെങ്കിലും നമുക്ക് വീണ് കിട്ടാറില്ലേ? ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഏകാന്തതയോടെ ഇരുന്ന് ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ. ജീവിതത്തിന്റെ ഭാരപ്പെട്ട ജോലികൾക്കിടയിൽ അല്പസമയം ഏകാന്തതയിൽ ദൈവവുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? യാക്കോബിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം എപ്പോഴും ബിസിയാ, വളരെ ബിസിയാ, ഒരുപാട് ജോലിയാ. ഒരു ദിവസം നേരം വെളുത്ത വൈകുന്നേരം വരെ ഭയങ്കര ബിസിയാ. അതും ഈ ബിസിനസ്സുകാർക്കാണെങ്കിൽ ഇച്ചിരി ബിസിയായിട്ടിരിക്കുന്ന ഒരു സ്റ്റൈലും കൂടെ.